ഖുർആൻ ക്ലാസ്സിൽ സൂറത്തുൽ അഹ്സാബിലെ 9-ാമത്തെ വാക്യം മുതലാണ് ഇനി നമുക്ക് പരിശോധിക്കാനുള്ളത്. 9 മുതൽ ഏതാനും വാക്യങ്ങൾ ചരിത്രത്തിലെ ചില പ്രധാനപ്പെട്ട സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് അവതരിച്ചതാണ് എന്നാണ് ഇതിൻ്റെ വിശദീകരണങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇസ്ലാമിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഡിഫൻസ് യുദ്ധം, അതായത് പ്രതിരോധ യുദ്ധം എന്ന് പറയാവുന്ന ഒരു യുദ്ധമാണ് ഖന്തക്ക് യുദ്ധം. ആ ഖന്തക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ടാണ് ഇതിൽ ചില പരാമർശങ്ങളുള്ളത്. ഖന്തക്ക് യുദ്ധം തീർന്ന ഉടനെ തന്നെ പടയങ്കി അഴിച്ചു വെക്കാതെ നേരെ മദീനയിൽ തന്നെ ഉണ്ടായിരുന്ന അയൽവാസികളായ ബനു ഖുറൈള എന്ന ജൂതഗോത്രത്തിന് നേരെ തിരിയുകയും ആ ഗോത്രത്തെ വളഞ്ഞ് ഉപരോധിച്ച് കീഴ്പ്പെടുത്തിയ ശേഷം ആ ഗോത്രത്തിലുള്ള മുഴുവൻ മനുഷ്യരെയും കൂട്ടക്കൊല ചെയ്തുകൊണ്ട് ഒരു ജിനോസൈഡിൻ്റെ രക്തപങ്കിലമായ ഒരു ചരിത്രം കൂടി ഇസ്ലാമിലുണ്ട്. ആ രണ്ട് സംഭവങ്ങളെക്കുറിച്ചും ഈ അധ്യായത്തിൽ പരാമർശങ്ങളുണ്ട്. ഖന്തക്ക് യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവതരിച്ച ഈ ഖുർആൻ വാക്യങ്ങൾ വിശദീകരിക്കണമെങ്കിൽ എന്താണ് ഖന്തക്ക് യുദ്ധം എന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോവേണ്ടതുണ്ട്. പക്ഷേ നമ്മൾ ഖുർആനിൻ്റെ കൂടെ ഇസ്ലാമിൻ്റെ ചരിത്രം പറഞ്ഞു പോകുമ്പോൾ ഉഹുദ് യുദ്ധം എന്ന ഒരു യുദ്ധത്തെക്കുറിച്ചാണ് കഴിഞ്ഞ അധ്യായങ്ങളിൽ പറഞ്ഞു വെച്ചത്. പക്ഷേ ബദറും ഉഹുദും മാത്രമല്ല, അതിനിടയിൽ ഈ ഖന്തക്ക് യുദ്ധത്തിൻ്റെയും ഇടയിലായിട്ട് ഒരുപാട് സംഭവങ്ങൾ വേറെ നടന്നിട്ടുണ്ട്. ആ സംഭവങ്ങളുടെ ഒരു ചുരുക്കം പറയാതെ ഖന്തക്ക് യുദ്ധം മാത്രം പറഞ്ഞാൽ അത് പൂർണ്ണത ഇല്ലാതെ പോവുകയും തെറ്റിദ്ധാരണയ്ക്ക് ഇടയാവുകയും ചെയ്യും. അതുകൊണ്ട് ഖന്തക്ക് യുദ്ധം വരെ നടന്നിട്ടുള്ള മദീനയിലെ ഏതാനും സംഭവങ്ങളുടെ ഒരു ചുരുക്കം ഞാൻ പറയാം. ഖന്തക്ക് യുദ്ധം നടക്കുന്നത് ഹിജ്റ 5 എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ചിലർ 4 എന്ന അഭിപ്രായവും പറയുന്നുണ്ട്. എന്തായാലും മദീന ജീവിതത്തിൻ്റെ ഒത്ത നടുവിലാണ്, പകുതി കാലഘട്ടം കഴിഞ്ഞതിന് ശേഷമാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോഴേക്കും മുഹമ്മദ് മദീനയിൽ ആരായിരുന്നു, മുഹമ്മദിൻ്റെ മതം എപ്രകാരമായിരുന്നു എന്ന് നമ്മൾ ഇതിനു മുമ്പ് നടന്ന സംഭവങ്ങളുടെ ഒരു ചുരുക്കം മനസ്സിലാക്കുമ്പോഴേ നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ. ഉഹുദ് യുദ്ധത്തിൽ മുഹമ്മദും കൂട്ടരും പരാജയപ്പെട്ട കഥ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. ആ പരാജയത്തിൽ നിന്നും പതുക്കെ പുനരുജ്ജീവിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത ശേഷം മുഹമ്മദും സംഘവും പിന്നെയും പൂർവാധികം ശക്തിയോടുകൂടി മദീനയ്ക്ക് ചുറ്റുമുള്ള ഗോത്രങ്ങളെ ആക്രമിക്കാൻ തുടങ്ങി. ജൂതഗോത്രങ്ങളെല്ലാവരും തൻ്റെ കൂടെ കൂടുമെന്നും തൻ്റെ മതം സ്വീകരിക്കുമെന്നും തൻ്റെ നേതൃത്വം അംഗീകരിക്കുമെന്ന പ്രതീക്ഷ മദീനയിലേക്ക് വരുന്ന സമയം വരെയും മുഹമ്മദിനുണ്ടായിരുന്നു. പക്ഷേ മദീനയിലെത്തി 1-2 വർഷങ്ങൾക്കുള്ളിൽ തന്നെ ആ പ്രതീക്ഷ അസ്തമിച്ചു. കാരണം ജൂതർക്ക് മുഹമ്മദ് ഒരു പ്രവാചകനാണ് എന്നും അവരുടെ വേദഗ്രന്ഥത്തിലും അവരുടെ മതത്തിലും പറഞ്ഞ ഒരു പ്രവാചകനാണ് മുഹമ്മദ് എന്ന മുഹമ്മദിൻ്റെ അവകാശവാദം ശരിയാണ് എന്നതിനുമുള്ള തെളിവുകൾ ലഭിക്കേണ്ടതുണ്ടായിരുന്നു. ആ തെളിവുകൾക്കായി അവർ മുഹമ്മദുമായി പലതരത്തിലുള്ള സംവാദങ്ങളിലും ഏർപ്പെട്ടു. ആ സംവാദങ്ങളിലെല്ലാം മുഹമ്മദ് ദയനീയമായി പരാജയപ്പെടുകയും ജൂതർക്കെതിരായി ചീത്ത വിളിക്കുകയും അവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നതിലേക്ക് പരിണമിക്കുകയും ചെയ്തതാണ് കാണുന്നത്. അതോടുകൂടി ജൂതരിലുള്ള പ്രതീക്ഷ മുഹമ്മദിന് പൂർണ്ണമായി നഷ്ടപ്പെട്ടു. പക്ഷേ മുഹമ്മദിനൊരു വലിയ പ്രതിസന്ധി മദീനയിലുണ്ടായിരുന്നു. മുഹമ്മദ് മദീനക്കാരുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കിയിട്ടാണ് മദീനയിലേക്ക് പലായനം ചെയ്തു വന്നത്. ആ ഉടമ്പടി അനുസരിച്ച് മദീനയിലെ ഔസ് ഖസറജ് എന്ന മുഹമ്മദിൻ്റെ ഗോത്രങ്ങൾക്ക് സഖ്യമുണ്ടായിരുന്ന, അല്ലെങ്കിൽ അവർക്ക് ബന്ധമുണ്ടായിരുന്ന, അവരുമായി സഹകരിച്ചു കൊണ്ടിരുന്ന ആരെയും മുഹമ്മദിന് ആക്രമിക്കാൻ പാടില്ലായിരുന്നു, മുഹമ്മദ് തന്നെ ഉണ്ടാക്കിയ ഉടമ്പടി അനുസരിച്ച്. തങ്ങളുടെ സഖ്യകക്ഷികളെ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ വിടണമെന്നും അവരെ ഒരു തരത്തിലും ഉപദ്രവിക്കാൻ പാടില്ല എന്നും മുഹമ്മദ് മദീനക്കാരുമായി ഉണ്ടാക്കിയ ഉടമ്പടിയിൽ ഒരു വ്യവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ ആ വ്യവസ്ഥ അനുസരിച്ച് കൊണ്ട് ജൂതരായി തന്നെ അവിടെ ജീവിക്കാൻ അനുവദിച്ചാൽ തൻ്റെ രാഷ്ട്രീയ ദൗത്യം പൂർണ്ണമായി വിജയിക്കുകയില്ല എന്ന് ബോധ്യപ്പെട്ട മുഹമ്മദ് പതുക്കെ ആ കരാറും ഉടമ്പടിയും നഗ്നമായി ലംഘിച്ചുകൊണ്ട് ജൂതരെ ഉപദ്രവിക്കാൻ തുടങ്ങി. അവരെ വെർബലായിട്ട് ഉപദ്രവിച്ചുകൊണ്ടാണ് തുടങ്ങിയത്. അവരെ ചീത്ത പറഞ്ഞുകൊണ്ടും ഭീഷണിപ്പെടുത്തിക്കൊണ്ടും അവരുമായുള്ള മദീനക്കാരുടെ ആ ഒരു സഹകരണവും സഖ്യവും ഏതെങ്കിലും രീതിയിൽ ഇല്ലാതാക്കി അവരെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയുള്ള
കുൽസിത പ്രവർത്തനങ്ങളുമാണ് മുഹമ്മദ് മദീനയിൽ തുടക്കം മുതലേ ചെയ്തുകൊണ്ടിരുന്നത്. അവസാനം മുഹമ്മദ് ജൂതരെ വ്യക്തികൾ എന്ന നിലക്കും ഗോത്രം എന്ന നിലക്കും ആക്രമിക്കുകയും ചതിയിൽ കൊലപ്പെടുത്തുകയും ചെയ്യുന്ന കലാപരിപാടി മദീനയിൽ ആരംഭിച്ചു. ജൂതരിൽ നിന്ന് മുഹമ്മദിന് വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന കുറേ ആളുകളുണ്ട്. അവർ കവികളായിട്ടും ജൂത പണ്ഡിതന്മാരായിട്ടും ജൂതർക്കിടയിലെ റബ്ബികളും അവർക്കിടയിലെ വലിയ നേതാക്കന്മാരുമായിട്ടുള്ള പല ആളുകളും മുഹമ്മദിനെ പല സന്ദർഭങ്ങളിലും വിമർശിച്ചു. വിമർശിക്കാനുള്ള കാരണം മുഹമ്മദ് മദീനയിലെത്തിയതിന് ശേഷം ജൂതരെ കുറ്റപ്പെടുത്തുകയും അവരെ അധിക്ഷേപിക്കുകയും ചെയ്യുക മാത്രമല്ല, അനാവശ്യമായ കൊള്ളകൾ നടത്തിക്കൊണ്ട് മുഹമ്മദ് മദീനയിൽ ഒരു ഭീകര രൂപം പ്രാപിച്ചു. അതിനെ ജൂതർ വിമർശിച്ചു. ബദറിൽ കൊള്ളയടിക്കാൻ പോയതും അതിനു മുമ്പ് മക്കക്കാരെ കൊള്ളയടിക്കാൻ പോയതും അങ്ങനെയുള്ള കച്ചവടക്കാരെ കൊള്ളയടിക്കുന്ന സംഭവങ്ങളുമൊക്കെ നമ്മൾ ഇതിനു മുമ്പ് ചർച്ച ചെയ്തു. അത്തരം സംഭവങ്ങളിലൊന്നും ജൂതന്മാർ മുഹമ്മദുമായിട്ട് സഹകരിക്കുകയോ അതിനെ അനുകൂലിക്കുകയോ ചെയ്തില്ല എന്ന് മാത്രമല്ല, ജൂതരായ പല നേതാക്കന്മാരും മുഹമ്മദിൻ്റെ ഇത്തരം ഭീകര പ്രവർത്തനങ്ങളെയും കൊള്ളകളെയും ഏകപക്ഷീയമായിട്ടുള്ള അക്രമ പ്രവർത്തനങ്ങളെയും ഒക്കെ വിമർശിച്ചുകൊണ്ട് കവിതകൾ ചൊല്ലുകയും പാട്ടുപാടുകയും അവർക്കിടയിൽ അവരുടെ ഗോത്രങ്ങൾക്കിടയിൽ മുഹമ്മദിനെതിരായിട്ട് പ്രചരണം നടത്തുകയും ഒക്കെ ചെയ്തു. ഇതെല്ലാം കേട്ടറിഞ്ഞ മുഹമ്മദ് അങ്ങനെയുള്ള വ്യക്തികളെയെല്ലാം ഒറ്റയ്ക്ക് പിടികൂടി ചതിയിൽ കൊലപ്പെടുത്തി അവരുടെയൊക്കെ തല മുഹമ്മദിൻ്റെ മുമ്പിൽ ഹാജരാക്കുന്ന വളരെ ഭീകരമായിട്ടുള്ള ഒരു സംഭവ പരമ്പര തന്നെ ഇതിനകത്ത് നടന്നിട്ടുണ്ട്. അതിലൊന്ന് ബനൂ നദീർ ഗോത്രവുമായി ബന്ധമുണ്ടായിരുന്ന ഒരു വലിയ നേതാവും കവിയുമൊക്കെ ആയിരുന്ന കഅബ് ഇബ്നു അഷ്റഫ്. അദ്ദേഹം മുഹമ്മദിൻ്റെ ഈ ബദറിലും മറ്റും നടത്തിയ അക്രമത്തെ വിമർശിച്ചുകൊണ്ട് കവിതകൾ ചൊല്ലുകയും മുഹമ്മദിനെതിരെ ജൂതർക്കിടയിൽ പ്രചരണം നടത്തുകയും ചെയ്തു എന്ന് ആരോപിച്ചുകൊണ്ട് മുഹമ്മദ് ഒരു കൊട്ടേഷൻ സംഘത്തെ ഇയാളെ കൊല്ലുന്നതിന് വേണ്ടി അങ്ങോട്ട് അയക്കുകയാണ്. എന്നിട്ട് ആ കൊട്ടേഷൻ സംഘത്തിന് ചതി പ്രയോഗിക്കാനുള്ള അനുവാദം കൊടുക്കുകയും ചെയ്യുന്നു. അവർ പോയിട്ട് ഇയാളെ ചതിച്ച് ഞങ്ങൾ മുഹമ്മദിൻ്റെ ശത്രുക്കളാണ് എന്ന് അയാളെ തെറ്റിദ്ധരിപ്പിച്ച ശേഷം അയാളുമായി ലോക്യം കൂടി അങ്ങനെ അയാളെ ഒറ്റയ്ക്ക് പിടികൂടിയിട്ട് അയാളുടെ തലയറുത്ത് ആ തല മുഹമ്മദിൻ്റെ മുമ്പിൽ ഹാജരാക്കുന്നു. കഅബ് ഇബ്നു അഷ്റഫ് എന്ന് പറയുന്ന വളരെ ബഹുമാനിക്കപ്പെട്ടിരുന്ന ആദരണീയനായ ഒരു ജൂത നേതാവ് അയാളെ കൊലപ്പെടുത്തി. അതുപോലെ 115 വയസ്സ് പ്രായമുള്ള അഫക്ക് എന്ന് പറയുന്ന ഒരു കവി മറ്റൊരു ഗോത്രത്തിൽ ഇതുപോലെ മുഹമ്മദിനെതിരെ കവിതകൾ പാടുന്നു എന്ന് കേട്ട് അയാളെയും ഇതുപോലെ ചാരന്മാരെ വിട്ട് കൊട്ടേഷൻ സംഘത്തെ വിട്ട് മുഹമ്മദ് കൊലപ്പെടുത്തി അയാളുടെ തലയും മുഹമ്മദിൻ്റെ മുമ്പിൽ ഹാജരാക്കി. മർവാൻ്റെ പുത്രി അസ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഇതുപോലെ ഒരു ഗോത്രത്തിൽ മുഹമ്മദിനെതിരെ പാട്ടുപാടുകയും കവിത ചൊല്ലുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീയെയും ഇതുപോലെ ഒരു കൊട്ടേഷൻ സംഘത്തെ വിട്ട് ചതിയിൽ കൊലപ്പെടുത്തി അവരുടെ തലയും മുഹമ്മദിൻ്റെ മുമ്പിൽ ഹാജരാക്കി. കുട്ടികൾക്ക് മുല കൊടുത്തുകൊണ്ട് വീട്ടുമുറ്റത്ത് കിടന്നുറങ്ങുകയായിരുന്ന ആ സ്ത്രീയെ രാത്രിയിൽ പോയിട്ടാണ് കഴുത്തറുത്ത് കൊണ്ടുവരുന്നത്. ഇങ്ങനെ നിരവധി ആളുകളെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കൊലപ്പെടുത്തുകയും അതിനുശേഷം മുഹമ്മദ് 2-3 പ്രധാനപ്പെട്ട ജൂതഗോത്രങ്ങളെ മദീനയിലും പരിസരത്തും ഉണ്ടായിരുന്ന ജൂതഗോത്രങ്ങളെ കൂട്ടത്തോടെ പോയി ആക്രമിക്കുകയും ചെയ്തു. ഈ ആക്രമണത്തിന് പോകുമ്പോഴൊക്കെ മദീനയിലെ ഔസ് ഖസറജ് ഗോത്രക്കാരിൽ നിന്ന് നല്ല എതിർപ്പ് മുഹമ്മദ് നേരിട്ടിട്ടുണ്ട്. കാരണം അവർക്ക് ഈ ജൂതന്മാരുമായിട്ട് നല്ല ബന്ധമാണ് ഉണ്ടായിരുന്നത് എന്നതുകൊണ്ടും അനാവശ്യമായിട്ട് ഈ ജൂതരെ പോയിട്ട് ആക്രമിക്കുകയും കൊള്ള ചെയ്യുകയും അവരെ കൂട്ടക്കൊല ചെയ്യുകയും ചെയ്യുന്നതിനോട് വലിയ വിയോജിപ്പ് ആ കൂട്ടത്തിലുള്ള കുറച്ച് നേരും നെറിയുള്ള ആളുകൾക്കുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആളുകളെയാണ് മുഹമ്മദിൻ്റെ അള്ളാഹു നിരന്തരം മുനാഫിക്കുകൾ കപടവിശ്വാസികൾ എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചു കൊണ്ടിരുന്നത്. അങ്ങനെ ബനൂ നദീർ എന്ന് പറയുന്ന ഒരു ഗോത്രത്തെ പോയി വളഞ്ഞ് ഉപരോധം ഏർപ്പെടുത്തി അവർ കീഴടങ്ങിയ സമയത്ത് അവരെ കൂട്ടക്കൊല ചെയ്യാൻ മുഹമ്മദ് മുതിർന്നപ്പോൾ ഔസ് ഖസ്റജ് ഗോത്രത്തിൽപ്പെട്ട നേതാക്കന്മാർ ഇടപെട്ട് അവരെ കൂട്ടക്കൊല ചെയ്യാൻ എന്തായാലും ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് ശാഠ്യം പിടിച്ചപ്പോൾ മുഹമ്മദിന് അവരുടെ സ്വത്തുക്കളെല്ലാം പിടിച്ചെടുത്ത് അവരെ നാട് കടത്തേണ്ടി വന്നു. അങ്ങനെ ഈ ബനൂ നദീർ ഗോത്രക്കാർ അവിടെ നിന്നും പലായനം ചെയ്ത് വടക്ക് ഭാഗത്തുള്ള ഖൈബർ എന്ന് പറയുന്ന സ്ഥലത്ത് മറ്റു ജൂതഗോത്രങ്ങൾ താമസിച്ചിരുന്ന സ്ഥലത്ത് പോയിട്ട് അഭയം തേടി. മദീനയിലുണ്ടായിരുന്ന ബനൂ നദീർ ഗോത്രത്തെ മുഹമ്മദ് ചെയ്തത് ഇതാണ്. കൂട്ടക്കൊല ചെയ്യുക എന്നതായിരുന്നു മുഹമ്മദിൻ്റെ ഉദ്ദേശ്യം. പക്ഷേ മദീനക്കാർ സമ്മതിക്കാത്തത് കൊണ്ട് അവരെ നാട് കടത്തി. അതുപോലെ തന്നെ ബനൂ ഖൈനുക്ക എന്ന് പറയുന്ന മറ്റൊരു ഗോത്രത്തെയും അവിടെ നിന്ന് ഓടിച്ച് അവരുടെ സ്വത്തുക്കളെല്ലാം പിടിച്ചെടുത്തു. മദീനയിൽ നിന്ന് കുറേ അകലെയായി നജ്ദ് എന്ന സ്ഥലത്ത് അസദ് എന്ന് പറയുന്ന ഒരു ഗോത്രം താമസിച്ചിരുന്നു.
ആ ഗോത്രത്തെയും മുഹമ്മദ് ഇതുപോലെ പോയി ആക്രമിച്ചു. അവർ സ്വന്തം വീടും നാടും അവരുടെ സ്വത്തുക്കളും ഉപേക്ഷിച്ച് അവിടെ നിന്ന് ജീവനും കൊണ്ട് ഓടിപ്പോയി. അവരുടെ സ്വത്തുക്കളെല്ലാം മുഹമ്മദും കൂട്ടരും പിടിച്ചെടുത്തു. 150 പേരുള്ള ഒരു സംഘമാണ് നജദിലേക്ക് ആക്രമിക്കാനായിട്ട് പോയത്. അവർ തിരിച്ചു വരുമ്പോൾ ഓരോരുത്തർക്കും 7 വീതം ഒട്ടകങ്ങൾ ഗനീമത്തായി കിട്ടി എന്നൊക്കെയാണ് ചരിത്രത്തിൽ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ മൊത്തം 1000-ൽ പരം ഒട്ടകങ്ങളെ അടക്കം അവരുടെ സ്വത്തുക്കൾ മുഴുവൻ കൊള്ളയടിച്ചുകൊണ്ട് പോന്നു. ഹുദൈലി ഗോത്രത്തിലെ സുഫിയാൻ എന്ന് പറയുന്ന ഒരു നേതാവ് ഉണ്ടായിരുന്നു. അയാൾ ഇതുപോലെ മുഹമ്മദിനെതിരായിട്ട് സംസാരിക്കുന്നു എന്ന് കേട്ട് അയാളെയും ഇതുപോലെ ഒരു കൊട്ടേഷൻ സംഘത്തെ വിട്ട് ചതിയിൽ കൊലപ്പെടുത്തി അയാളുടെ തലയും മുഹമ്മദിൻ്റെ മുമ്പിൽ ഹാജരാക്കി. എല്ലായിടത്തും ഈ കൊട്ടേഷൻ സംഘം പോയിട്ട് ചതിയാണ് പ്രയോഗിക്കുക. പോയിട്ട് ഞങ്ങൾ മുഹമ്മദിൻ്റെ എതിരാളികളാണെന്നും മുഹമ്മദിനെതിരായിട്ട് നിങ്ങൾ ഒരു സൈന്യത്തെ ഉണ്ടാക്കി യുദ്ധം ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളുമായിട്ട് സഹകരിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുഹമ്മദിൻ്റെ എതിരാളികൾ എന്ന് നടിച്ചുകൊണ്ട് അവരെ പോയിട്ട് ചതിയിൽ കൊലപ്പെടുത്തുകയാണ്. അങ്ങനെ അവരത് വിശ്വസിക്കുകയും അവർ വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്യുമ്പോൾ രാത്രിയിൽ അവർ കിടന്നുറങ്ങുന്ന സമയത്ത് തലയും അറുത്ത് ഇങ്ങോട്ട് പോരുക. ഇതായിരുന്നു പരിപാടി. ഇങ്ങനെയുള്ള ചതി പ്രയോഗിച്ചുകൊണ്ടേയിരുന്നു മുഹമ്മദ്. തിരിച്ച് അതുപോലെ മുഹമ്മദിനും പണി കിട്ടിയിട്ടുണ്ട്. ഈ ഹുദൈലി ഗോത്രക്കാർ തന്നെ പിന്നീട് മുഹമ്മദിനെ ഇതേപോലെ ചതിച്ചു. മുഹമ്മദിൻ്റെ അടുത്തേക്ക് കുറച്ച് ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ഗോത്രം ഇസ്ലാം മതം സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്, അവരെ ഇസ്ലാം പഠിപ്പിക്കാൻ കുറച്ച് ആൾക്കാരെ ഞങ്ങളുടെ കൂടെ അയക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ മുഹമ്മദ് ഒരു 7 പേരെ അവരെ കൂടെ അയച്ചു. ആ 7 പേരെ അവർ കൊണ്ടുപോയി അവരെ ഗോത്രത്തിൽ കൊണ്ടുപോയിട്ട് അവരവിടുന്ന് കശാപ്പ് ചെയ്തു. അപ്പോൾ ഇങ്ങോട്ട് പ്രയോഗിച്ച അതേ ചതി മുഹമ്മദിനിട്ട് പ്രയോഗിച്ചു. അത് കഴിഞ്ഞ് അതിനേക്കാളും വലിയൊരു ചതിയിൽ മുഹമ്മദ് പെട്ടുപോയി. പീർമഊന എന്ന സ്ഥലത്തു നിന്ന് മുഹമ്മദിൻ്റെ ആക്രമണവും കൊള്ളയും നേരിട്ട മറ്റൊരു ഗോത്രക്കാർ മുഹമ്മദിൻ്റെ അടുത്തേക്ക് കുറച്ച് പേര് വന്നു. ഒട്ടകങ്ങളെയൊക്കെ സമ്മാനമൊക്കെ ആയിട്ട് വന്ന് മുഹമ്മദിനെ വിശ്വസിപ്പിച്ച ശേഷം ഞങ്ങളുടെ ഗോത്രം പൂർണ്ണമായിട്ടും ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു, ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി കുറച്ച് പണ്ഡിതന്മാരെ അയച്ചു തരണം എന്ന് ആവശ്യപ്പെട്ടു. മുഹമ്മദ് 70 പണ്ഡിതന്മാരെ, ഖുർആൻ കാണാപ്പാഠം പഠിച്ച 70 ഹാഫിളുകളെ അവരുടെ കൂടെ അയച്ചു. അവരെ നാട്ടിൽ കൊണ്ടുപോയിട്ട് ഈ 70-ൽ 69 ആളെയും കൊന്നു. ഒരാളെങ്ങനെയോ അവിടുന്ന് ഓടി രക്ഷപ്പെട്ട് തിരിച്ച് മദീനയിലെത്തിയപ്പോഴാണ് വിവരമറിഞ്ഞത്. അങ്ങനെ വലിയ ഒരു ചതിയിൽ മുഹമ്മദ് പെട്ടുപോയി. എന്നിട്ട് മുഹമ്മദ് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് മാസങ്ങളോളം അവരെ ശപിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും നടക്കുകയായിരുന്നു എന്നും അവസാനം ആ മരിച്ചുപോയ 69 ആളും കൂടി അവിടുന്ന് പരലോകത്തുനിന്ന് മുഹമ്മദിന് ഒരു മെസ്സേജ് കൊടുത്തയച്ചു എന്നും ആ മെസ്സേജിൽ ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നു, ഞങ്ങൾക്ക് അള്ളാഹിനെ കണ്ടുമുട്ടിയിരിക്കുന്നു, ഞങ്ങൾക്ക് സമാധാനമാണ്, ഞങ്ങൾക്ക് സുഖമാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള മെസ്സേജായിരുന്നു അത്. ആ മെസ്സേജ് കിട്ടിയപ്പോഴാണ് മുഹമ്മദിന് സമാധാനമായത് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ മുഹമ്മദിന് അള്ളാഹു മാത്രമല്ല ഇങ്ങനെ വഹി കൊടുത്തയച്ചിരുന്നത്, ഇവിടുന്ന് മരിച്ചുപോയ ആൾക്കാരും അതുപോലെ മലക്കുകളൊക്കെ നേരിട്ട് മുഹമ്മദിന് ഇങ്ങനെ വഹി ഇറക്കി കൊടുത്തിരുന്നു എന്ന കോമഡിയും ഇവിടെ കാണാം നമ്മൾ. ഇങ്ങനെ നിരവധി ഗോത്രങ്ങളെയും നിരവധി വ്യക്തികളെയും ചതിയിൽ കൊലപ്പെടുത്തിക്കൊണ്ട് മുഹമ്മദ് മദീനയിൽ ഒരു ഭീകര നേതാവായി വളർന്ന ഒരു ഘട്ടത്തിലാണ് ഖന്തക്ക് യുദ്ധം നടക്കുന്നത്. ഗത്തുഫാൻ എന്ന് പറയുന്ന ഒരു ഗോത്രം കുറച്ചകലെ ഉണ്ടായിരുന്നു. അവരെ ഇതുപോലെ ആക്രമിച്ച് ഓടിച്ചു. ബനു മുസ്തലക്ക് എന്ന് പറയുന്ന ഒരു ഗോത്രമുണ്ടായിരുന്നു. ആ ഗോത്രത്തെ മുഹമ്മദും സംഘവും പോയി അവർ അശ്രദ്ധരായി കഴിയുന്ന സമയത്ത് അവരെ പൊടുന്നനെ ഒരു പ്രഭാതത്തിൽ പോയി വളഞ്ഞ് ആക്രമിച്ചു എന്നാണ് ബുഖാരി ഹദീസിലും മറ്റ് ചരിത്രത്തിലുള്ളത്. അശ്രദ്ധരായി കഴിയുന്ന ഒരു ഗോത്രത്തെ ഒരു കാരണവുമില്ലാതെ പോയിട്ട് വളഞ്ഞാക്രമിച്ചു. എന്നിട്ട് ആ ഗോത്രത്തിലുള്ള മുഴുവൻ ആൾക്കാരെയും പിടികൂടി അടിമകളാക്കി പിടിച്ചുകൊണ്ട് വന്നു. ആ ഗോത്രത്തിൽ നിന്ന് ജുവൈരിയ എന്ന് പറയുന്ന സുന്ദരിയായ ഒരു പെണ്ണിനെ മുഹമ്മദ് അവിടെ വെച്ച് തന്നെ ഒപ്പം കൂട്ടി. ഈ യുദ്ധത്തിന് പോകുന്ന സമയത്ത് ആയിഷയും കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ജുവൈരിയ എന്ന പുതിയ പെണ്ണിനെ കിട്ടിയപ്പോൾ തിരിച്ചു വരുന്ന സമയത്ത് മുഹമ്മദ് ആയിഷയുടെ കാര്യം മറന്നുപോവുകയും ഈ പുതിയ പെണ്ണിനെയുമായിട്ട് തിരിച്ചു പോരുകയും ചെയ്തു. അതിൽ കുപിതയായ ആയിഷ ആ യാത്രാ സംഘത്തിൽ നിന്നും മാറി നിൽക്കുകയും സഫ്വാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കൂടെ ഒറ്റയ്ക്ക് ഒട്ടകപ്പുറത്തോ കുതിരപ്പുറത്തോ സഞ്ചരിച്ച് രണ്ട് ദിവസം സഞ്ചരിച്ച് മദീനയിൽ തിരിച്ചെത്തുകയും ചെയ്തു. അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ്റെ കൂടെ 2 ദിവസം മരുഭൂമിയിലൂടെ ഒറ്റയ്ക്ക് സഞ്ചരിച്ചു എന്നതിൻ്റെ പേരിലാണ് പിന്നീട് ആയിഷയ്ക്കെതിരായി വലിയ ലൈംഗിക ആരോപണമൊക്കെ ഉണ്ടായത്. ആ ആരോപണത്തിൻ്റെ സത്യാവസ്ഥ അറിയാൻ കഴിയാതെ മുഹമ്മദ് വളരെയധികം ആശയക്കുഴപ്പത്തിലാവുകയും അവസാനം
ആയിഷയെ ഒരു മാസത്തേക്ക്, ഒരു ആർത്തവകാലം വരെ ആയിഷയെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തു മുഹമ്മദ്. അങ്ങനെ ആയിഷ ഗർഭിണിയൊന്നും അല്ല എന്ന് മുഹമ്മദിന് ഉറപ്പായതിന് ശേഷം മുഹമ്മദിൻ്റെ അള്ളാഹു ആയിഷ കുറ്റക്കാരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആയത്തിറക്കിയ കോമഡി ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാം. ഇവിടെ ഒരു മാസം എന്തിനാണ് ആയിഷയെ മാറ്റിപ്പാർപ്പിച്ചത് എന്നും ആയിഷ നിരപരാധിയാണ് എന്ന് ആയത്തിറക്കാൻ എന്തിനാണ് മാസങ്ങളോളം അള്ളാഹുവിന് സമയം വേണ്ടി വന്നത് എന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് നല്ല ദൃഷ്ടാന്തമാണ്. അതുപോലെ തന്നെ ഈ 70 ഹാഫിളുകളെ പറഞ്ഞയച്ച് ചതിയിൽ കൊലപ്പെടുത്തിയ ശത്രുക്കളെ എന്തുകൊണ്ട് അവർ ചതിയന്മാരാണ് എന്ന് മുഹമ്മദിൻ്റെ പോക്കറ്റിലുണ്ടായിരുന്ന അള്ളാഹു തിരിച്ചറിഞ്ഞില്ല എന്ന ചോദ്യവും ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമായിട്ട് അവിടെ ഉണ്ട്. അതിനു മുമ്പ് 7 പേരെ കൊണ്ടുപോയി വേറൊരു ഗോത്രക്കാരെ ഇതുപോലെ ചതിയിൽ കൊലപ്പെടുത്തിയപ്പോഴും അള്ളാഹുവിനെ നമ്മൾ അവിടെ നിന്നും കണ്ടില്ല. അപ്പോൾ അള്ളാഹു മുഹമ്മദിൻ്റെ ഒരു ഫേക്ക് ഐ ഡി മാത്രമായിരുന്നു എന്നും മിഥ്യയായിരുന്നു എന്നും മുഹമ്മദ് തന്നെ നാട്ടുകാരെ ഇതുപോലെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരുന്ന നിരവധി സന്ദർഭങ്ങൾ ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാം. ധൂമത്തുൽ ജന്തൽ എന്ന് പറയുന്ന 10-15 ദിവസത്തെ വഴി ദൂരം ഉള്ള ഒരു സ്ഥലത്ത് താമസിച്ചിരുന്നവരെ മുഹമ്മദും സംഘവും ഇതിനകം പോയിട്ട് ആക്രമിച്ച് അവരുടെ സ്വത്തുക്കൾ കൊള്ളയടിച്ച് അവരവിടുന്ന് ഓടിച്ചു വിട്ടു. ഇങ്ങനെ നിരവധി ജൂത ഗോത്രങ്ങളെ അവരുടെ ആവാസ ഇടങ്ങളിൽ നിന്ന് ആട്ടി ഓടിക്കുകയും കൂട്ടക്കൊല ചെയ്യാൻ ശ്രമിക്കുകയും ഒരുപാട് ജൂത നേതാക്കന്മാരെ ചതിയിൽ കൊലപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് മുഹമ്മദ് ജൂതർക്കെതിരായിട്ട് വലിയ ഒരു ഭീകരാക്രമണത്തിൻ്റെ പരമ്പര തന്നെ ഇതിനകം നടത്തിക്കഴിഞ്ഞിരുന്നു മദീനയിൽ. 5 വർഷമായിട്ടുള്ളൂ മുഹമ്മദ് മദീനയിലെത്തിയിട്ട്. അപ്പോഴേക്കും മുഹമ്മദ് കാട്ടിക്കൂട്ടിയ ഭീകരതയുടെ ഒരു ഏകദേശ ചിത്രമാണ് ഞാൻ ഈ പറഞ്ഞത്. ആ സന്ദർഭത്തിലാണ് ഇനി മുഹമ്മദിനെ വെച്ചേക്കുന്നത് വലിയ ആപത്താണ് എന്നും മറ്റുള്ളവരുടെ എല്ലാം അതിജീവനത്തിന് അത് വലിയൊരു ഭീഷണിയായി മാറുമെന്നും ഈ മുഹമ്മദിനെയും കൂട്ടരെയും ഇല്ലാതാക്കേണ്ടത് ചുറ്റുപാടുമുള്ള എല്ലാവരുടെയും കടമയാണ് എന്നും തിരിച്ചറിഞ്ഞ മക്കക്കാരും മുഹമ്മദിൻ്റെ ആക്രമണത്തിനും കൊള്ളയ്ക്കും വിധേയരായി സ്വന്തം വീടും സ്വത്തും ഉപേക്ഷിച്ച് പലായനം ചെയ്തു പോയ മറ്റു ഗോത്രക്കാരും, ഈ ഗത്ഫാൻ ഗോത്രം, ബനു നദീർ ഗോത്രം, അതുപോലെയുള്ള ഒരുപാട് ഗോത്രക്കാരായിട്ടുള്ള ജൂതരും മക്കക്കാരും കൂടിയാലോചിച്ച് അവർ ഇതിനൊരു പരിഹാരമുണ്ടാക്കാൻ വേണ്ടി ഒരു സഖ്യസേന തന്നെ രൂപീകരിക്കാൻ തീരുമാനിച്ചു. ഇങ്ങനെയുള്ള നീക്കങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് തനിക്കെതിരായിട്ട് എന്നുള്ളത് മുഹമ്മദ് തൻ്റെ ചാരന്മാരെ ഉപയോഗിച്ച് മണത്തറിഞ്ഞു. മുഹമ്മദിന് എല്ലായിടത്തും ചതിയന്മാരും ചാരന്മാരും ഉണ്ടായിരുന്നു. അള്ളാഹു എല്ലാം നേരിട്ട് അറിയിച്ചു കൊടുക്കുന്നു എന്നാണ് മുഹമ്മദ് ഇടയ്ക്കിടയ്ക്ക് ബഡായി പറഞ്ഞിരുന്നതെങ്കിലും മുഹമ്മദ് ചാരസംഘത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് രഹസ്യങ്ങൾ ചോർത്തിയെടുത്തിരുന്നത് എന്ന് ചരിത്രത്തിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാം. പോക്കറ്റിൽ അള്ളാഹു ഉണ്ടെങ്കിൽ പിന്നെ ചാരന്മാരെ വിടേണ്ട കാര്യമില്ലല്ലോ. ബദർ യുദ്ധത്തിൽ പോലും എത്ര പേര് വരുന്നുണ്ട്, എവിടുന്നാണ് വരുന്നത്, എങ്ങനെയാണ്, എന്താണ് അവരുടെ പരിപാടി എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കുതിരപ്പുറത്ത് ചാരന്മാരെ അയക്കുകയാണ് മുഹമ്മദ് ചെയ്തത്. അള്ളാഹു പോക്കറ്റിലുണ്ടായിരിക്കെ മുഹമ്മദിന് ചാരന്മാരെ അയക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ അതും ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം തന്നെയാണ്. അങ്ങനെ ചാരന്മാർ മുഖേന ഇങ്ങനെ ഒരു സഖ്യസേന രൂപീകരിക്കുന്നുണ്ട് എന്ന വിവരം അറിഞ്ഞപ്പോൾ മുഹമ്മദ് ബേജാറായി. മുഹമ്മദ് അള്ളാഹുമായിട്ടല്ല കാര്യങ്ങൾ ആലോചിച്ചത്, മുഹമ്മദ് കൂടെയുള്ള ആളുകളുമായിട്ട് കൂടിയാലോചിച്ച് ഇനി നമ്മൾ എന്ത് ചെയ്യും. അങ്ങനെ കൂടിയാലോചിച്ചപ്പോൾ പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു. അവസാനം പേർഷ്യയിൽ നിന്ന് വന്ന സൽമാനുൽ ഫാരിസിനെ നമുക്കൊക്കെ അറിയാം. ജൂതർക്ക് വേണ്ടി കണ്ണീരൊഴുക്കിയപ്പോൾ ജൂതരൊക്കെ നരകത്തിലല്ല സ്വർഗത്തിൽ തന്നെ ആയിരിക്കുമെന്ന് പറഞ്ഞ് ആയത്തിറക്കിയത് ഈ സൽമാനുൽ ഫാരിസിന് വേണ്ടിയിട്ടാണ്. ആ സൽമാനുൽ ഫാരിസ് മുഹമ്മദിനൊരു സൂത്രം പറഞ്ഞു കൊടുക്കുകയാണ്. അയാൾ പേർഷ്യയിൽ നിന്ന് വന്ന ആളാണ്. പേർഷ്യ എന്ന് പറയുന്നത് ഒരു വലിയ സാമ്രാജ്യത്തിന് കീഴിലുള്ള പ്രദേശമാണ്. അപ്പോൾ ആ സാമ്രാജ്യത്തിനകത്ത് വലിയ യുദ്ധങ്ങൾ നടക്കുമ്പോൾ അവരുപയോഗിച്ചിരുന്ന ഒരു തന്ത്രം എന്ന നിലക്ക് പേർഷ്യയിൽ നിന്ന് വന്ന സൽമാൻ മുഹമ്മദിന് ഒരു ഡിഫൻസിൻ്റെ തന്ത്രം പറഞ്ഞു കൊടുത്തു. നമുക്കറിയാം പഴയ രാജാക്കന്മാരൊക്കെ കോട്ടകൾ കെട്ടി ആ കോട്ടയ്ക്ക് ചുറ്റും കിടങ്ങുകൾ ഉണ്ടാക്കിയിട്ടൊക്കെയാണ് ഡിഫെൻഡ് ചെയ്തിരുന്നത്, ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നത്. അതേ തന്ത്രമാണ് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. നമുക്ക് മദീനയിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിലെല്ലാം വഴി തടയുന്ന രീതിയിൽ നമുക്ക് കിടങ്ങ് കുഴിക്കാം എന്ന് ഈ സൽമാൻ പറഞ്ഞു. അത് കേട്ടപ്പോഴാണ് മുഹമ്മദിന് അതൊരു നല്ല ആശയമാണ് എന്ന് തോന്നുകയും മുഹമ്മദ് ഈ യുദ്ധത്തെക്കുറിച്ചുള്ള ആലോചനകൾ അപ്പുറത്ത് നടക്കുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി സൽമാൻ്റെ നിർദ്ദേശമനുസരിച്ച് മദീനയിലേക്ക്
കടന്നു വരാൻ സാധ്യതയുള്ള എല്ലാ പ്രദേശങ്ങളും കൂട്ടിച്ചേർത്തുകൊണ്ട് കിലോമീറ്ററുകൾ നീളത്തിൽ ഒരു വലിയ കിടങ്ങ് കുഴിക്കാൻ തീരുമാനിക്കുകയും മുഹമ്മദിൻ്റെ അനുയായികളെ മൊത്തം ഈ കിടങ്ങ് കുഴിക്കുന്ന പണിയിലേക്ക് തള്ളിവിടുകയും ചെയ്തു. 5.5 കിലോമീറ്ററോളം നീളത്തിൽ കിടങ്ങ് കുഴിച്ചു എന്നാണ്. അതും ഒരു കുതിരക്ക് ചാടിയാൽ എത്താത്ത അത്ര വീതിയിൽ 2-3 ആൾ ആഴത്തിൽ വലിയ കിടങ്ങാണ് കുഴിച്ചത്. ഇത്രയും വലിയൊരു കിടങ്ങ് 5.5 കിലോമീറ്റർ നീളത്തിൽ കുഴിക്കണമെങ്കിൽ എത്രമാത്രം മനുഷ്യൻ്റെ അധ്വാനം വേണ്ടി വന്നിട്ടുണ്ടാവും എന്ന് ആലോചിക്കുക. ഈ മനുഷ്യാധ്വാനം മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു കിടങ്ങ് കുഴിച്ച് തീർക്കുന്നത് വരെയും, അത് മാസങ്ങൾ എടുത്തിട്ടുണ്ടാവും എന്തായാലും ആ പണി തീർക്കാൻ വേണ്ടി. അത്രയും സമയം വരെയും ഈ മക്കയിൽ നിന്നോ ഈ സഖ്യസൈന്യം മുഹമ്മദിനെ ആക്രമിക്കാൻ വന്നിട്ടില്ല എന്നുള്ളതും ചിന്തിക്കാൻ വകയുള്ള ഒരു കാര്യമാണ്. കാരണം മുഹമ്മദും കൂട്ടരും ഇങ്ങനെ കിടങ്ങ് കുഴിക്കുന്നുണ്ട് എന്ന വിവരം വളരെ പെട്ടെന്ന് അവരറിഞ്ഞിരുന്നുവെങ്കിൽ ആ കിടങ്ങ് കുഴിച്ച് തീരുന്നതിന് മുമ്പ് തന്നെ ആ സൈന്യം വന്ന് മുഹമ്മദിനെയും കൂട്ടരെയും ആക്രമിക്കുമായിരുന്നു. പക്ഷെ അങ്ങനെയുള്ള ഒരു ചാരസംഘത്തെ ഒന്നും അവരിവിടെ നിയോഗിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഈ മദീനയിൽ മുഹമ്മദിൻ്റെ അയൽവാസികളായി കഴിഞ്ഞിരുന്ന ഗോത്രക്കാർ, ബനു ഖുറൈള ഗോത്രമൊക്കെ അവിടെ ഉണ്ട്. ആ ഗോത്രക്കാർ മുഹമ്മദിൻ്റെ ശത്രുക്കൾക്ക് രഹസ്യങ്ങൾ ചോർത്തിക്കൊടുത്തിരുന്നു എന്ന ആരോപണമാണ് പിന്നീട് മുഹമ്മദ് അവർക്കെതിരെ ഉന്നയിക്കുന്നത്. അവർ കരാറ് ലംഘിച്ചു, ശത്രുക്കളെ സഹായിച്ചു എന്നൊക്കെയുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ബനു ഖുറൈളക്കാരും മറ്റും കിടങ്ങ് കുഴിക്കുന്ന കാര്യം മക്കക്കാരെ അറിയിക്കേണ്ടതായിരുന്നു. അവരത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അതിനനുസരിച്ച് അവരുടെ യുദ്ധനീക്കങ്ങൾ നടക്കുമായിരുന്നു. അതൊന്നും അവിടെ സംഭവിച്ചതായിട്ട് കാണുന്നില്ല. അങ്ങനെ മാസങ്ങളോളം പണിയെടുത്ത് ഈ കിടങ്ങ് മുഴുവൻ ഉണ്ടാക്കി തീർത്തതിന് ശേഷമാണ് മറ്റവരുടെ സഖ്യസേന, കുറേ ജൂതഗോത്രങ്ങളും മക്കക്കാരും എല്ലാവരും കൂടെ ചേർന്നുള്ള സഖ്യസേന മദീനക്ക് നേരെ യുദ്ധത്തിനായിട്ട് വരുന്നത്. അവർ വരുമ്പോഴേക്കും കിടങ്ങിൻ്റെ പണിയെല്ലാം തീർത്ത് കിടങ്ങിൻ്റെ ഉൾവശത്ത്, അതായത് സുരക്ഷിതമായ മദീന വലയത്തിൻ്റെ ഉള്ളിൽ മുഹമ്മദും മുഹമ്മദിൻ്റെ സൈന്യവും അണിനിരന്ന് നിന്നിരുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചില അമ്പെയ്ത്തൊക്കെ നടന്നു. അതിൽ അപ്പുറത്തുള്ള മക്കയിൽ നിന്ന് വന്ന സൈന്യത്തിൽ നിന്ന് 3 പേര് മരിച്ചു, ഇപ്പുറത്ത് 6 പേര് മരിച്ചു, 7 പേര് മരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ മാസങ്ങളോളം ഇവിടെ ഈ കിടങ്ങിനപ്പുറത്ത് മദീനയെ ഉപരോധിച്ചുകൊണ്ട് ഈ സഖ്യസേന നിലകൊണ്ടു. പക്ഷെ കിടങ്ങ് മുറിച്ച് കടന്ന് ഇങ്ങോട്ട് കടന്നു വന്ന് ഇവരെ ആക്രമിക്കാനുള്ള ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല എന്നതുകൊണ്ട് ഈ ഉപരോധം അങ്ങനെ അനിശ്ചിതമായി നീണ്ടുപോവുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ അവിടെ ശൈത്യകാലമായിരുന്നു, കൊടും തണുപ്പും ശീതക്കാറ്റും ഒക്കെ വന്നു. കാലാവസ്ഥ വളരെ മോശമായി. മക്കയിൽ നിന്നും വന്ന സൈന്യം കുറേ കാലം ഉപരോധിച്ചതിന് ശേഷം അവർക്കും ഭക്ഷണവും വെള്ളവും അതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അവർ തിരിച്ചുപോയി. കാലാവസ്ഥ മോശമായതുകൊണ്ടും ഈ കിടങ്ങ് കുഴിച്ച് ഇവർ ഉള്ളിൽ സുരക്ഷിതരായി നിൽക്കുന്നത് കൊണ്ടും ഉദ്ദേശിച്ചതുപോലെയുള്ള ഒരു യുദ്ധം നടക്കാതെ മക്കയിൽ നിന്ന് വന്ന സഖ്യസൈന്യം തിരിച്ചുപോയി. ഇതാണ് ഖന്തക്ക് യുദ്ധം എന്ന് പറയുന്ന സംഭവം. ഇനി ഈ ഖന്തക്ക് യുദ്ധം കഴിഞ്ഞ് നേരെ വാളുറയിലിടാതെ പടയങ്കി അഴിക്കാതെ നേരെ ഈ അവിടെ തന്നെ മദീനക്കുള്ളിലുണ്ടായിരുന്ന ബനു ഖുറൈള ഗോത്രത്തെ പോയിട്ട് വളയുകയാണ് മുഹമ്മദും കൂട്ടരും ചെയ്യുന്നത്. അവരിതുപോലെ 1 മാസത്തോളം ഉപരോധിച്ച് അവസാനം അവർ സമ്പൂർണ്ണമായി കീഴടങ്ങിയ സമയത്ത് ഞങ്ങൾ ജീവനും കൊണ്ട് എങ്ങോട്ടെങ്കിലും പോയിക്കൊള്ളാം, ഞങ്ങളുടെ സ്വത്തുക്കളൊക്കെ നിങ്ങൾ എടുത്തോളൂ എന്ന് പറഞ്ഞ് ജീവന് വേണ്ടി അവർ കെഞ്ചി. പക്ഷേ മുഹമ്മദിൻ്റെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം തീരുമാനിച്ചു. ഇനിയും ഇതുപോലെ ജൂതഗോത്രങ്ങളെ നാട് കടത്തിക്കഴിഞ്ഞാൽ അവർ പുറം നാട്ടിൽ പോയിട്ട് സഖ്യസേനയിൽ കൂടി തനിക്ക് നേരെ തിരിച്ചു വരും എന്ന് ഭയപ്പെടുന്നത് കൊണ്ടും ഈ ജൂതഗോത്രത്തെ ഒരു കൂട്ടക്കൊല, ഒരു ജിനോസൈഡ് നടത്തിക്കഴിഞ്ഞാൽ തൻ്റെ ഭീകരത ചുറ്റുപാടുമുള്ള ചെറിയ ചെറിയ ഗോത്രങ്ങളൊക്കെ കേട്ടറിഞ്ഞ് തന്നെ കൂടുതൽ ഭയപ്പെടുമെന്നും ആ ഭയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബാക്കിയുള്ളവരെ കൂടി കീഴ്പ്പെടുത്താൻ തനിക്ക് കഴിയുമെന്നും കണക്ക് കൂട്ടിയ കൊടുംഭീകരനായ മുഹമ്മദ് ആ ബനു ഖുറൈള ഗോത്രത്തിലുണ്ടായിരുന്ന പുരുഷന്മാരെ മുഴുവൻ ഒരു കിടങ്ങിലേക്ക് വെട്ടിയരിഞ്ഞിട്ടു എന്ന് പറഞ്ഞത്. രാവിലെ തുടങ്ങിയിട്ട് രാത്രിയാവുന്നത് വരെ വെട്ടിയിട്ടും തീർന്നിരുന്നില്ല. 1000-ഓളം പേരെ വെട്ടിക്കൊന്നു. അതിലുണ്ടായിരുന്ന സ്ത്രീകളെയും കുട്ടികളെയും അടിമകളാക്കി പിടിച്ചു. ഇതാണ് ഇസ്ലാമിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും രക്തപങ്കിലമായിട്ടുള്ള, ഏറ്റവും ഭീകരമായിട്ടുള്ള ഒരു സംഭവം.
ആ സംഭവത്തിൻ്റെ രാഷ്ട്രീയം ഇതായിരുന്നു: ഭീതി പരത്തുക, താനൊരു കൊടും ഭീകരനാണ് എന്ന് ചുറ്റുപാടുമുള്ളവരെ എല്ലാവരെയും ബോധ്യപ്പെടുത്തുക, എല്ലാവരെയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കീഴ്പ്പെടുത്തുക. അതോടൊപ്പം തന്നെ ജൂതന്മാരെ നാട് കടത്തിക്കഴിഞ്ഞാൽ അവർ തനിക്കെതിരായിട്ട് ഇനിയും സഖ്യം ചേർന്ന് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ശത്രുവിനെ ഉന്മൂലനം ചെയ്യുക. ശത്രു എന്ന് പറഞ്ഞാൽ ഇവരാരും മുഹമ്മദിൻ്റെ ശത്രു എന്നായിരുന്നില്ല. മുഹമ്മദ് അങ്ങോട്ട് ഭീകരാക്രമണം നടത്തി അവരെ കൊന്നൊടുക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തതുവഴി സ്വാഭാവികമായിട്ടും അവർ മുഹമ്മദിൻ്റെ ശത്രുക്കളായി മാറി. അങ്ങനെ അവരെ നശിപ്പിക്കാൻ വേണ്ടി മുഹമ്മദ് ചെയ്ത കൊടുംപാതകമായിരുന്നു ബനു ഖുറൈലയിലെ ജിനോസൈഡ്. ഈ രണ്ട് സംഭവങ്ങൾ ഒരുമിച്ചാണ് നടക്കുന്നത്. ഈ രണ്ട് സംഭവങ്ങളും കഴിഞ്ഞ ശേഷം എട്ടുകാലി മമ്മൂഞ്ഞ് പ്രത്യക്ഷപ്പെടുകയാണ്. മുഹമ്മദിൻ്റെ അള്ളാഹു വെളിപാടുകളുമായി പ്രത്യക്ഷപ്പെടുകയാണ്. ഖന്തക്ക് യുദ്ധത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്? ആ സംഭവിച്ചത് എല്ലാം അള്ളാഹുവിൻ്റെ പരീക്ഷണമായിട്ടും അള്ളാഹുവിൻ്റെ സഹായമായിട്ടും ചിത്രീകരിച്ചുകൊണ്ട് മുഹമ്മദ് അനുയായികളെ കബളിപ്പിക്കാൻ അവതരിപ്പിച്ച വെളിപാടുകളാണ് ഇനി നമ്മൾ വായിക്കാൻ പോകുന്ന വാക്യങ്ങൾ. 9-ാമത്തെ വാക്യം: വിശ്വാസികളെ, നിങ്ങളുടെ അടുക്കൽ കുറേ സൈന്യങ്ങൾ വരികയും അപ്പോൾ ശക്തിയായ ഒരു കാറ്റിനെയും നിങ്ങൾ കണ്ടിട്ടില്ലാത്ത കുറേ സൈന്യങ്ങളെയും അവരുടെ നേരെ നാം അയക്കുകയും ചെയ്ത സന്ദർഭത്തിൽ അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹം ഓർക്കുക. നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി അള്ളാഹു നല്ലവണ്ണം കണ്ടറിയുന്നവനായിരുന്നു. ഖന്തക്ക് യുദ്ധത്തിൽ തടി കഴിച്ചിലാവാൻ കാരണം അള്ളാഹു നിങ്ങൾക്ക് കാണാത്ത ചില ആളുകളെ അയച്ചു, സഹായിച്ചു എന്നാണ്. നിങ്ങൾക്ക് കാണാത്ത ആളുകളെ അയച്ചു എന്ന് പറഞ്ഞാൽ മലക്കുകളെ പറഞ്ഞയച്ചു. എന്നിട്ട് മലക്കുകൾ എന്താ ചെയ്തത്? മലക്കുകൾ ശീതക്കാറ്റുണ്ടാക്കി അവരെ കാലാവസ്ഥ മോശമാക്കി, എന്നിട്ട് അവരെ അവിടുന്ന് പേടിപ്പിച്ച് ഓടിച്ചു എന്നൊക്കെയാണ്. അപ്പോൾ എതിരാളികളുടെ മനസ്സിൽ പേടിയുണ്ടാക്കി കൊടുത്തിട്ടും കാലാവസ്ഥ മോശമാക്കിക്കൊണ്ടും മലക്കുകൾ അള്ളാഹുവിൻ്റെ ആജ്ഞപ്രകാരം മുഹമ്മദിനെ സഹായിച്ചു എന്ന എട്ടുകാലി മമ്മൂഞ്ഞൻ വെളിപാടാണ് ഇത്. 10, അതായത് മുകൾ ഭാഗത്ത് കൂടിയും താഴ്ഭാഗത്ത് കൂടിയും ആ സൈന്യങ്ങൾ നിങ്ങളുടെ അടുക്കൽ വന്ന സന്ദർഭത്തിൽ കണ്ണുകൾ നിലതെറ്റിപ്പോവുകയും ഹൃദയങ്ങൾ തൊണ്ടകളിലെത്തുകയും നിങ്ങൾ അള്ളാഹുവിനെ പറ്റി ചില ധാരണകൾ ധരിക്കുകയും ചെയ്ത സന്ദർഭത്തിൽ. അപ്പോൾ അപ്പുറത്ത് വലിയൊരു സൈന്യം വന്ന് നിരന്നപ്പോൾ ഇപ്പുറത്തുണ്ടായിരുന്ന ആളുകൾ പേടിച്ച് വിറച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഈ യുദ്ധം നമുക്ക് വലിയ നാശം വരുത്തും എന്നും അതുകൊണ്ട് നമ്മൾ യുദ്ധരംഗത്ത് നിന്ന് പിന്തിരിഞ്ഞ് പോകണം എന്നും ആഗ്രഹിക്കുകയും അതനുസരിച്ച് പിന്തിരിയാൻ ശ്രമിക്കുകയും ചെയ്ത ആളുകൾ ഈ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മദീനക്കാരായ ആളുകൾക്ക് ജൂതരുമായിട്ടുണ്ടായിരുന്ന സഹകരണത്തിൻ്റെയും അവരുമായിട്ടുണ്ടായിരുന്ന സൗഹാർദ്ദത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ജൂതന്മാരെ അനാവശ്യമായി ആക്രമിക്കുകയും കൊല്ലുകയും ചെയ്യുന്നതിൽ വലിയ എതിർപ്പ് തുടക്കം മുതലേ ഉണ്ടായിരുന്നു. അതില്ലാതാക്കി അവരെ കൂടി ജൂതരുടെ ശത്രുക്കളാക്കാൻ വേണ്ടി മുഹമ്മദ് പെടാപ്പാട് പെടുന്നതാണ് ഖുർആനിൽ ഉടനീളം നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത്. ജൂതന്മാർക്കെതിരെ ഇല്ലാത്ത കുറ്റങ്ങൾ പറഞ്ഞ് അവരെ ശത്രുക്കളാക്കി മാറ്റി അവർക്കെതിരെ ആക്രമിക്കാൻ ഇവരെ മാനസികമായി പാകപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. എന്നിട്ടും സ്വന്തം അനുയായികൾക്കിടയിൽ, പ്രത്യേകിച്ച് മദീനക്കാർക്കിടയിൽ ഇത്തരം യുദ്ധങ്ങളോടും കൊള്ളകളോടും അക്രമങ്ങളോടും ഒക്കെ എതിർപ്പുള്ളവർ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അവരെ മുനാഫിക്കുകൾ എന്ന് പറഞ്ഞ് മുഹമ്മദ് വെളിപാടുകൾ ഇറക്കി ചീത്ത വിളിച്ചുകൊണ്ടേയിരുന്നു. അത് തന്നെയാണ് ഇവിടെയും കാണുന്നത്. നിങ്ങൾ പേടിച്ച് വിറച്ചു എന്നൊക്കെ. ഈ യുദ്ധം തൽക്കാലം രക്ഷപ്പെട്ട സമയത്ത് അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും ഏറ്റെടുത്തുകൊണ്ട് അള്ളാഹു വന്നിട്ട് പറയുന്ന ഞഞ്ഞാ പിഞ്ഞാ ന്യായങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, 5.5 കിലോമീറ്റർ നീളത്തിൽ 5 മീറ്റർ വീതിയിൽ 3 മീറ്റർ ആഴത്തിൽ ഒരു കിടങ്ങ് കുഴിക്കണമെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾ മാസങ്ങളോളം എത്ര കഠിനമായി അധ്വാനിച്ചിട്ടാണ് അനാവശ്യമായിട്ടുള്ള ഒരു പണി ചെയ്യേണ്ടി വന്നത്. അള്ളാഹു മലക്കുകളെയും കൂട്ടി സഹായത്തിന് വരും എന്ന് മുഹമ്മദിന് വിശ്വാസമുണ്ടായിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു പാഴ്വേല അവിടെ നടത്തുമായിരുന്നു. അതും പേർഷ്യക്കാരനായ സൽമാനാണ് പറഞ്ഞു കൊടുക്കുന്നത്, അള്ളയല്ല പറഞ്ഞു കൊടുക്കുന്നത്. അള്ളയും മലക്കുകളും അവിടെ ഒന്നുമില്ല. സൽമാൻ പറഞ്ഞു കൊടുത്ത ഐഡിയ അനുസരിച്ചിട്ട് ഇത്രയും ഭീമമായ ഒരു കിടങ്ങ് കുഴിച്ചിട്ട് രക്ഷപ്പെട്ടതിന് ശേഷം അള്ളാഹു പാഞ്ഞു വരികയാണ് അതിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കുക. എത്ര പരിഹാസ്യമാണെന്ന് നിങ്ങൾ ആലോചിച്ചു. ഈ കിടങ്ങ് കുഴിക്കലൊക്കെ ഒഴിവാക്കിയിട്ട് അള്ളാഹുവിനും മലക്കുകൾക്കും ഈ യുദ്ധം ജയിപ്പിച്ചു കൊടുക്കാമായിരുന്നില്ലേ?
ഈ കൊടുങ്കാറ്റടുപ്പിച്ചിട്ടും അല്ലെങ്കിൽ ശീതക്കാറ്റടുപ്പിച്ചിട്ടും ഒക്കെ അത്ഭുതങ്ങളിലൂടെ എതിരാളികളെ യുദ്ധത്തിൽ തോൽപ്പിക്കാൻ കഴിയുന്ന ഒരു അള്ളാഹു മലക്കുകളെയും കൂട്ടി യുദ്ധത്തിൽ സഹായിക്കാൻ വരും എന്ന് വിശ്വാസമുണ്ടായിരുന്നെങ്കിൽ മുഹമ്മദ് എന്തിനാണ് ഇത്രയും ഭീമമായ ഒരു കിടങ്ങ് കുഴിച്ചുകൊണ്ട് ഒരു പാഴ്വേലക്ക് മുതിർന്നത്? ഇവിടെ യുദ്ധത്തിൽ ജയിച്ചത്, യുദ്ധം ജയിക്കുകയല്ല ചെയ്ത്, യുദ്ധം നടക്കാതെ പോയത് ഒരൊറ്റ കാരണം കൊണ്ടാണ്, ഈ കിടങ്ങ് കാരണമാണ്. ആ കിടങ്ങ് കുഴിക്കാനുള്ള ഐഡിയ പറഞ്ഞു കൊടുക്കുന്നത് അള്ളാഹു അല്ല, സൽമാനാണ്. ആ സൽമാൻ എന്ന പേർഷ്യക്കാരൻ പറഞ്ഞു കൊടുത്ത ഐഡിയ അനുസരിച്ച് വലിയൊരു കിടങ്ങ് കുഴിച്ച് അതിൻ്റെ ഉള്ളിൽ സുരക്ഷിതരായിട്ട് നിന്നതുകൊണ്ട് മാത്രമാണ്, അത് മറ്റവർ മുൻകൂട്ടി അറിയാതിരുന്നത് കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത്. പിന്നെ ഒരു മാസമൊക്കെ ശീതകാലത്ത് ഒരു മാസമൊക്കെ ആ പ്രദേശത്ത് തമ്പടിച്ച് നിന്നാൽ അവിടെ ഒരു കാറ്റും മഴ ഉണ്ടാവുക എന്നുള്ളത് വളരെ സ്വാഭാവികമാണ്. എല്ലാ കൊല്ലവും ആ ഒരു കാലഘട്ടത്തിൽ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ ഒരു മഴയും കാറ്റുമൊക്കെ അവിടെ വളരെ സ്വാഭാവികമായിട്ടുണ്ടാവുന്നതാണ്. അങ്ങനെ ശീതക്കാറ്റും മഴയും ഒക്കെ വന്നു എന്നുള്ളത് അള്ളാഹു മലക്കുകളെയും കൂട്ടിയിട്ട് ഇവരെ സഹായിക്കാൻ വേണ്ടി ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞാൽ എത്ര പരിഹാസ്യമാണ്. ആ അള്ളാഹുവിന് ഈ കിടങ്ങ് കുഴിച്ച് ഈ പാവങ്ങളെ ഇത്രയും വലിയ ഇടങ്ങേറിലാക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? അള്ളാഹു മലക്കുകളും അള്ളാഹുവിന് മലക്കുകളെയും കൂട്ടി ഇവരെ സഹായിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഉഹദ് യുദ്ധത്തിൽ തന്നെ മറ്റുള്ളവരെ ശരിപ്പെടുത്താമായിരുന്നു. അവിടെ ഒരു പരാജയം നേരിടേണ്ടി വരുമായിരുന്നില്ല. അള്ളാഹുവിന് കുൻ പറഞ്ഞാൽ എന്തും സാധ്യമാകുമെങ്കിൽ അള്ളാഹു ഇങ്ങനെ യുദ്ധം ചെയ്യിക്കുകയും യുദ്ധത്തിൽ സഹായിക്കുകയും ചെയ്യുന്ന അസംബന്ധത്തിന് മുതിരേണ്ട ഒരു കാര്യമില്ല. ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച് ഈ പ്രപഞ്ചത്തിൽ മനുഷ്യരെന്ന് പറയുന്ന തൻ്റെ സൃഷ്ടികളെ തൻ്റെ ആരാധകരാക്കി മാറ്റാൻ ഈ മാതിരി വൃത്തികെട്ട രക്തപങ്കിലമായിട്ടുള്ള മാർഗം തൻ്റെ അനുയായികളെ പറഞ്ഞു കൊടുത്ത് അതിൽ അവരെ സഹായിക്കാൻ വേണ്ടി വാളും കുന്തവുമായിട്ട് ഇറങ്ങി വരേണ്ട എന്താവശ്യമാണ് ഒരു സർവജ്ഞാനി സർവശക്തനായ ദൈവത്തിനുള്ളത്? ഈ മക്കാരിലും ഈ ജൂതന്മാരിലുമൊക്കെ അവരുടെയൊക്കെ മനസ്സിൽ പേടിയിട്ട് കൊടുത്തുകൊണ്ട് അവരെ തോൽപ്പിക്കുന്നതിനേക്കാൾ എത്ര നല്ലതായിരുന്നു അവരുടെയൊക്കെ മനസ്സിൽ മുഹമ്മദ് പ്രവാചകനാണെങ്കിൽ, മുഹമ്മദ് കൊണ്ടുവന്നത് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ദൂതാണെങ്കിൽ ആ കാര്യം അവരുടെയൊക്കെ മനസ്സിലേക്കൊന്ന് എത്തിച്ചു കൊടുക്കാൻ, ഈമാന് ലേശം ഒന്ന് അങ്ങോട്ട് കയറ്റിയിട്ട് കൊടുക്കാൻ എത്ര എളുപ്പമായിരുന്നു അള്ളാഹുവിന്. അത് ചെയ്യാതെ എന്ന് മാത്രമല്ല, കരുതിക്കൂട്ടി അള്ളാഹു അവരെയൊക്കെ അവിശ്വാസികളാക്കിയെന്നാണ് ഈ ഖുർആനിൽ 900 വട്ടം ആവർത്തിക്കുന്നത്. ഇവർ വിശ്വസിക്കാതിരിക്കാനും മുഹമ്മദിനെ അവർ അംഗീകരിക്കാതിരിക്കാനും കാരണക്കാരൻ അള്ളാഹുവാണ് എന്നാണ് ഈ ഖുർആനിൽ പറയുന്നത്. അപ്പോൾ അവരെ വിശ്വസിക്കരുത് എന്ന് ശാഠ്യം പിടിക്കുകയും അവരുടെ മനസ്സിലേക്ക് ഈമാൻ കടന്നു പോകാതിരിക്കാൻ വേണ്ടി അവരുടെ ഹൃദയങ്ങൾക്ക് മേൽ വലിയ ഈയവും ചെമ്പ് ഉരുക്കി മൂടി ഉണ്ടാക്കുകയും ചെയ്ത അള്ളാഹു അവരുടെ ഹൃദയങ്ങളിലേക്ക് പേടിയിട്ട് കൊടുത്തുകൊണ്ട് അവർ യുദ്ധത്തിന് വരുന്ന സമയത്ത് മലക്കുകൾ ഇറക്കി വെട്ടാൻ സഹായിച്ചുകൊണ്ട് അവിടെ കൊടുങ്കാറ്റുണ്ടാക്കിക്കൊണ്ടൊക്കെ ഈ യുദ്ധത്തിൽ ഇടപെടുകയാണ്. എന്നിട്ടും ഈ യുദ്ധങ്ങളിലൊക്കെ ഇപ്പോൾ ഈ യുദ്ധത്തിൽ കന്തക്ക് യുദ്ധത്തിൽ പോലും കൂടുതൽ ആളുകൾ മരിച്ചത് മുഹമ്മദിൻ്റെ പക്ഷത്തുള്ള മുസ്ലിങ്ങളാണ്. അപ്പുറത്ത് 3 ആളെ മരിച്ചിട്ടുള്ളൂ, ഇപ്പുറത്ത് 6 ആളോ 7 ആളോ മരിച്ചിട്ടുണ്ട്. ഉഹദ് യുദ്ധത്തിൽ 70 ആൾ ഇപ്പുറത്ത് മരിച്ചു, അപ്പുറത്ത് കാര്യമായിട്ട് ആരും മരിച്ചിട്ടില്ല. ബദർ യുദ്ധം ഒരു ഏകപക്ഷീയമായ കൊള്ളയായിരുന്നത് കൊണ്ട്, അപ്രതീക്ഷിതമായ കൊള്ളയായിരുന്നത് കൊണ്ട് ബദർ യുദ്ധത്തിൽ മക്കക്കാർ 10-70 ആൾക്കാർ മരിച്ചു, മുഹമ്മദും കൂട്ടർ വിജയിച്ചു. അപ്പോൾ സ്വാഭാവികമായി നടക്കുന്ന ഗോത്രകാലത്ത് നടന്നിരുന്ന യുദ്ധങ്ങളും സ്വാഭാവികമായിട്ട് അന്ന് മരുഭൂമിയിലുണ്ടായിരുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങളും അല്ലാതെ ഇവിടെ എവിടെയാണ് ഒരു അള്ളാഹുവിൻ്റെ ഇടപെടൽ? അള്ളാഹു ഇടപെട്ടു എന്ന് പറഞ്ഞാൽ ഒരു അള്ളാഹുവിനെ തന്നെ പരിഹസിക്കലാണ്. സാമാന്യ യുക്തി ഉപയോഗിച്ച് ചിന്തിച്ചാൽ എന്താണോ നടന്നത്, ആ നടന്നു കഴിഞ്ഞതിന് ശേഷം ആ നടന്നതിനൊരു വ്യാഖ്യാനവുമായിട്ട് 8 കാലി മമ്മൂഞ്ഞ് ചമഞ്ഞ് വരികയാണ് ഇവിടെ അള്ളാഹു. എന്നിട്ട് അതിൻ്റെയൊക്കെ ആൾ ഞാനാണ് എന്ന് പറയുക. എത്ര പരിഹാസ്യമായിട്ടാണ് ഈ ഖുർആൻ ഈ കഥകൾ പറഞ്ഞു പോകുന്നത്. മുകൾ ഭാഗത്തുകൂടിയും താഴ്ഭാഗത്തുകൂടിയും ആ സൈന്യങ്ങൾ നിങ്ങളുടെ അടുക്കൽ വന്ന സന്ദർഭത്തിൽ, മുകൾ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ ആകാശമാണ്, ആകാശത്തു നിന്നൊന്നും സൈന്യം വന്നിട്ടില്ല, അന്ന് വിമാനമൊന്നുമില്ല. അതിന് വ്യാഖ്യാതാക്കൾ പറയുന്നത് കിഴക്ക് ഭാഗത്തു നിന്നും പടിഞ്ഞാറ് ഭാഗത്തു നിന്നും എന്നതിനാണ് മുകൾ ഭാഗത്തു നിന്നും താഴത്തു നിന്നും എന്ന് പറഞ്ഞത് എന്നാണ്. അപ്പോൾ സ്കൂൾ പോകാത്തതിൻ്റെ കുഴപ്പമെന്നല്ലാതെ വേറൊന്നും അതിനൊന്നും പറയാനില്ല. നിങ്ങളുടെ അടുക്കൽ വന്ന സന്ദർഭത്തിൽ കണ്ണുകൾ നിലതെറ്റിപ്പോവുകയും ഹൃദയങ്ങൾ തൊണ്ടകളിലെത്തുകയും നിങ്ങൾ അള്ളാഹുവിനെ പറ്റി ചില ധാരണകൾ ധരിക്കുകയും ചെയ്ത സന്ദർഭത്തിൽ, അള്ളാഹുവിനെ പറ്റി പിന്നെ ധാരണകൾ ധരിക്കൂലേ? അള്ളാഹു മലക്കളെയും കൂട്ടി സഹായിക്കുമെന്ന് വാഗ്ദാനം ചെയ്തിട്ട് ഈ മാതിരി വലിയടങ്ങേറ് ആവുകയും ഇങ്ങനെ സ്വന്തം ആൾക്കാർ തോറ്റ് തുന്നമ്പാടി 10-70 ആളുകൾ കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്ത സംഭവം അവിടെ കിടക്കുമ്പോൾ ഈ അള്ളാഹുവൊക്കെ മിഥ്യയാണ് എന്ന് സ്വാഭാവികമായിട്ടും മനുഷ്യർ സംശയിച്ചു പോകില്ലേ? യുക്തിബോധമുള്ള ആരും സംശയിച്ചു പോകില്ലേ? ആ സംശയിച്ചു എന്ന് മുഹമ്മദും മനസ്സിലാക്കിയപ്പോൾ
സംശയിച്ചവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തുടർന്നുള്ള കൊള്ളകളിലും യുദ്ധങ്ങളിലും അവരെ കൂടെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി മുഹമ്മദ് അവതരിപ്പിക്കുന്ന കള്ളത്തരങ്ങളാണ് ഇതെല്ലാം. അവിടെ വെച്ച് സത്യവിശ്വാസികൾ പരീക്ഷിക്കപ്പെടുകയും അവർ കിടുകിട വിറപ്പിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ പ്രതികൂലമായിട്ടുണ്ടാവുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹിൻ്റെ പരീക്ഷണമാണ് എന്ന് പറഞ്ഞു. ഈ അള്ളാഹ് എന്തിനാണ് ഈ പരീക്ഷണം നടത്തുന്നത്? അള്ളാഹ് എല്ലാം മുൻകൂട്ടി നിശ്ചയിച്ച് കിതാബിൽ എഴുതി വെച്ചതാണ്, ഇന്ന രീതിയിലാണ് കാര്യങ്ങളൊക്കെ നടക്കേണ്ടത്. എന്നിട്ട് പിന്നെ അള്ളാഹു ഇതിലാരാണ് ശരിക്ക് വിശ്വാസികളായിട്ട് എൻ്റെ പക്ഷത്ത് നിൽക്കുന്നത് എന്നറിയാൻ ആകാംക്ഷയോടുകൂടി ഇത്തരം ക്രൂരമായ പരീക്ഷണങ്ങൾ നടത്തുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ കണ്ണിൽ എണ്ണയൊഴിച്ചിട്ട് കാത്തിരിക്കുകയാണ് ആരാണ് എന്നറിയാൻ. എല്ലാം മുൻകൂട്ടി അറിഞ്ഞ് എല്ലാം മുൻകൂട്ടി തീരുമാനിച്ച് എല്ലാം കിതാബിൽ എഴുതി വെച്ച ആൾ പിന്നെ ഈ പറയുന്നത് കള്ളത്തരമല്ലാതെ എന്താണ്, കാപഢ്യമല്ലാതെ എന്താണ്? ആരെയാണ് ഈ അള്ളാഹു ഇവിടെ വിഡ്ഢികളാക്കുന്നത്? സ്വന്തം സൃഷ്ടികളോട് ഈ മാതിരി വൈരുദ്ധ്യങ്ങൾ വിളമ്പുന്ന ഒരു പമ്പര വിഡ്ഢിയാണോ പ്രപഞ്ച സൃഷ്ടാവായ ദൈവം? 12 അള്ളാഹുവും അവൻ്റെ റസൂലും വഞ്ചനയല്ലാതെ മറ്റൊന്നും നമ്മോട് വാഗ്ദാനം ചെയ്തിട്ടില്ല എന്ന് കപടവിശ്വാസികളും ഹൃദയങ്ങളിൽ രോഗമുള്ളവരും പറഞ്ഞിരുന്ന സന്ദർഭം. അപ്പോൾ ഇങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന വലിയൊരു വിഭാഗം ആളുകൾ ഇതിനൊക്കെ എതിർത്തിരുന്നു എന്നതാണ് ഇതിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കുന്നത്. കാരണം ഇത്തരം നെറികേടുകൾ നമ്മൾ കാണിക്കാൻ പോവേണ്ടതില്ല എന്നായിരുന്നു അവരുടെ അഭിപ്രായം. എന്ന് മാത്രമല്ല, അള്ളാഹു മലക്കുകൾ സഹായിക്കുമെന്ന മുഹമ്മദിൻ്റെ ബഡായിയിൽ അവർക്ക് വിശ്വാസം നഷ്ടപ്പെട്ടിരുന്നു. കാരണം നിരന്തരമായി നേരിട്ട പ്രതിസന്ധികളും പരാജയങ്ങളും അതാണ് ബോധ്യപ്പെടുത്തുന്നത്. അതിൻ്റെ പേരിൽ സംശയങ്ങൾ ഉന്നയിക്കുകയും വിമർശനങ്ങൾ ഉന്നയിക്കുകയും യുദ്ധരംഗത്ത് നിന്ന് പിന്തിരിയാൻ ശ്രമിക്കുകയും ചെയ്ത സ്വന്തം അനുയായികൾക്കിടയിലെ മറുപക്ഷത്തെ നിരന്തരമായി കുറ്റം പറയുകയാണ്. വളരെ കോമൺ ആയിട്ട് നമ്മൾ ആലോചിച്ചാൽ തന്നെ അറിയാം എന്തിനു വേണ്ടിയാണിത്. ഇത് മനഃശാസ്ത്രപരമായിട്ടുള്ള മുഹമ്മദിൻ്റെ ഒരു കുതന്ത്രമായിരുന്നു, അവരെ എല്ലാവരെയും ഒരുമിപ്പിച്ച് നിർത്താൻ വേണ്ടി. താൻ ഈ നെറുകേടിൽ നിന്നൊന്നും പിന്തിരിയാൻ പോകുന്നില്ല എന്ന് തീരുമാനിച്ച മുഹമ്മദ് കൂടെയുള്ള മുഴുവൻ ആളുകളെയും ആ നെറുകേടുകൾക്ക് ഒപ്പം നിർത്താൻ വേണ്ടി കളിക്കുന്ന കപടനാടകങ്ങളും മനഃശാസ്ത്രപരമായ കുതന്ത്രങ്ങളുമല്ലാതെ ഈ വെളിപാടുകളിൽ ഒരു ദൈവികതയും കണ്ടെത്താൻ കഴിയുകയില്ല. 13 അവരിൽ നിന്ന് ഒരു വിഭാഗം പറഞ്ഞ സന്ദർഭവും. മദീനക്കാരെ, യദ്രിബുകാരെ, നിങ്ങൾക്കിനി യാതൊരു നിലനിൽപ്പുമില്ലാതുകൊണ്ട് മടങ്ങിക്കൊള്ളുക. അവരിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ നബിയോട് സമ്മതം ചോദിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ വീടുകൾ അരക്ഷിതാവസ്ഥയിലാണ് എന്നാണ് അവരുടെ ഭാഷ്യം. വാസ്തവത്തിൽ അവ അരക്ഷിതമല്ല, യുദ്ധരംഗത്തു നിന്ന് ഓടിപ്പോവുക മാത്രമാണ് അവരുദ്ദേശിക്കുന്നത്. ഇതൊക്കെ പഠിച്ചോൻ പറഞ്ഞതാണോ, മുഹമ്മദ് അവരെ ചീത്ത പറഞ്ഞതാണോ എന്ന് ആലോചിക്കാൻ ഒരിച്ചിരി കോമൺ സെൻസ് മാത്രം മതി. ഇതിനെക്കുറിച്ചൊന്നും കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. മുഹമ്മദിൻ്റെ കൂടെയുള്ള ആളുകൾ പലതും പറഞ്ഞ് യുദ്ധത്തിൽ നിന്ന് പിന്തിരിയാൻ ശ്രമിച്ചിരുന്നു. അങ്ങനെയുള്ള ആളുകളെയാണ് ഇവിടെ മുഹമ്മദ് ചീത്ത പറയുന്നത്. മദീനയുടെ ഭാഗങ്ങളിൽ കൂടി ശത്രുക്കൾ അതിൽ അവരുടെ അടുത്ത് പ്രവേശിക്കുകയും എന്നിട്ട് ഈ കൂട്ടരോട് കുഴപ്പമുണ്ടാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്താൽ നിശ്ചയമായും അവരത് ചെയ്തു കൊടുക്കുന്നതാണ്. അല്പസമയമേ അവരതിന് താമസം വരുത്തൂ. തൻ്റെ കൂടെയുള്ള ഈ ആളുകൾ തന്നെ മറുപക്ഷം ചേരാൻ, ശത്രുപക്ഷം ചേരാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്ന് മുഹമ്മദ് മനസ്സിലാക്കിയിരുന്നു. അതാണ് ഇവിടെ വിളിച്ചു പറയുന്നത്. ശത്രുക്കൾ നിങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവർക്ക് കീഴടങ്ങാനും അല്ലെങ്കിൽ അവരുടെ പക്ഷം ചേരാനും ഒക്കെ സാധ്യത ഉണ്ടായിരുന്നു. അങ്ങനെ അവരെ സഹായിക്കാൻ നിങ്ങൾ അധികം സമയമൊന്നും എടുക്കുമായിരുന്നില്ല. കാരണം നിങ്ങൾ അത്തരക്കാരാണ്, നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ്, നിങ്ങൾ എന്നോട് കൂറില്ലാത്തവരാണ്, നിങ്ങൾ ജീവനിൽ കൊതിയുള്ളവരാണ്, പേടിയുള്ളവരാണ്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ കുറച്ച് നേരും നെറിയുള്ളവരാണ് എന്നാണ് അതിൻ്റെ മലയാളം. എന്നെപ്പോലെയുള്ള ഒരു ഭീകരനോ അല്ലെങ്കിൽ നെറികെട്ടവനോ അല്ല, നിങ്ങൾ കുറച്ച് നെറിയുള്ളവരായതുകൊണ്ട് നിങ്ങൾക്ക് ഈ അക്രമത്തിനോടും കൊള്ളയോടൊന്നും വലിയ താല്പര്യമില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അത് നേരെ നെഗറ്റീവായിട്ട് അവരെ കുറ്റപ്പെടുത്താനായിട്ട് ഉപയോഗിക്കുകയാണ്. കാരണം കൂടെയുള്ളവരെ ഇനിയും മുഹമ്മദിന് ആവശ്യമുണ്ട്, ഒരുമിച്ച് നിർത്തേണ്ടതുണ്ട്. അതിൽ എതിരാളികളുണ്ടെങ്കിൽ അവരെ ഇതുപോലെ പേടിപ്പിക്കേണ്ടതും ഉണ്ട്. 15 തങ്ങൾ പിന്തിരിഞ്ഞു പോവുകയില്ലെന്ന് നിശ്ചയമായും അവർ ഇതിനു മുമ്പ് അള്ളാഹുവുമായി കരാർ ചെയ്തിട്ടുണ്ടായിരുന്നു. അള്ളാഹുവുമായി ചെയ്ത കരാർ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. അള്ളാഹു ഇവരോടൊരു കരാർ ഏറ്റെടുത്തിട്ട് യുഹദ് യുദ്ധത്തിൽ എന്താ ചെയ്തത്? കരാർ ലംഘിച്ചിട്ട് ആദ്യം തടിയെടുത്തത് അള്ളാഹു മലക്കുകളുമാണ്. അപ്പോൾ ആ അള്ളാഹുവാണ് അള്ളാഹുമായിട്ടുള്ള കരാർ നിങ്ങൾ ലംഘിച്ചു എന്ന് പറയുന്നത്. അള്ളാഹുവിനായിട്ട് ഇവരെന്ത് കരാറുണ്ടാക്കിയിരുന്നത്? മുഹമ്മദ് ഓരോ കരാറെന്നും പറഞ്ഞിട്ട് ഇവരുടെ മുമ്പിൽ പോയി അവതരിപ്പിച്ചു. അവർ
അവരെ ചതിക്കുകയാണ് മുഹമ്മദ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവരെയും ചതിക്കുകയാണ് മുഹമ്മദ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ഇവരോട് പറഞ്ഞ കാര്യങ്ങളല്ല മുഹമ്മദ് പിന്നീട് ചെയ്തത്. മുഹമ്മദ് അഖബ ഉടമ്പടി ഉണ്ടാക്കി മദീനക്കാരോട് പറഞ്ഞത് അല്ല മുഹമ്മദ് മദീനയിലെത്തിയതിന് ശേഷം അവരെ കൊണ്ട് ചെയ്യിക്കാൻ ശ്രമിച്ചത്. ആ കരാറിനെയെല്ലാം ലംഘിച്ചുകൊണ്ട്, നിരന്തരമായി ലംഘിച്ചുകൊണ്ട് അവരുമായി സഹകരിച്ച് ജീവിച്ചിരുന്ന, സമാധാനത്തോടെ ജീവിച്ചിരുന്ന ജൂതന്മാരെയും മറ്റുള്ളവരെയും മുഹമ്മദ് അനാവശ്യമായി ആക്രമിക്കുകയാണ് ചെയ്തത്. മുഹമ്മദ് ഉണ്ടാക്കിയ കരാറുകൾ മുഴുവൻ മുഹമ്മദ് ലംഘിച്ചു. അള്ളാഹു മലക്കുകളെയും കൂട്ടി സഹായിക്കും എന്ന് അവരോട് മുഹമ്മദ് പലതവണ വാഗ്ദാനം ചെയ്തു. അത് അള്ളാഹു ലംഘിച്ചു. അങ്ങനെ അവർക്ക് വലിയ നാശനഷ്ടങ്ങളുണ്ടായി. അവർക്ക് കൂട്ടവും കുടുംബം നഷ്ടപ്പെട്ടു. അതിൻ്റെ പേരിൽ അവരിൽ പലരും വിശ്വാസത്തിൽ കുറവ് വന്നു. അങ്ങനെ സംശയിക്കുന്നവരായി മാറി. അവരെയാണ് പിന്നെയും കരാറ് ലംഘിച്ചവർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ ചീത്ത പറയുന്നത്. 16 പറയുക, മരണത്തെയോ കൊലയെയോ ഭയന്ന് ഓടിപ്പോകുന്ന പക്ഷം ആ ഓട്ടം നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നതല്ല. എങ്കിൽ തന്നെ കുറച്ചു കാലമല്ലാതെ നിങ്ങൾക്ക് ജീവിതസുഖം നൽകപ്പെടുന്നതുമല്ല. പ്രപഞ്ച സൃഷ്ടാവായ ഒരു ദൈവമാണ് ഈ പറയുന്നത്. മനുഷ്യൻ എന്ന നിസ്സാര ജീവിയെ സൃഷ്ടിച്ച ഒരു ദൈവമാണ് ഈ പറയുന്നത്. യുദ്ധത്തിൽ തിരിഞ്ഞോടുന്നവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നേരും നെറിയുമുള്ള ഒരു ദൈവമാണ് മനുഷ്യരോട് സംസാരിക്കുന്നതെങ്കിൽ യുദ്ധം ചെയ്യരുത്, വാളെടുക്കരുത്, പരസ്പരം കഴുത്ത് വെട്ടരുത്, ചോര ചിന്തരുത് എന്നാണ് ആ ദൈവം തുടക്കം മുതലേ മനുഷ്യരോട് പറയേണ്ടിയിരുന്നത്. പക്ഷേ ഈ ഖുർആനിലെ ദൈവവും മറ്റേ ബൈബിളിലെ ദൈവവും സകല മതങ്ങളിലെ ദൈവങ്ങളും വാളും കുന്തവും പാമ്പും വില്ലും കത്തിയും കോടാലിയുമായിട്ട് വന്ന് മനുഷ്യരെ തമ്മിൽ യുദ്ധം ചെയ്യിക്കുന്നതാണ് കഥാപുസ്തകങ്ങളിൽ നമ്മൾ കാണുന്നത്. കാരണം ഈ ദൈവങ്ങളെയൊക്കെ സൃഷ്ടിച്ച മനുഷ്യർക്ക് ആ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പണി യുദ്ധങ്ങളായിരുന്നു. ആരോടാണ് യുദ്ധം ചെയ്യുന്നത്? മനുഷ്യരോട്. എന്തിനാണ് യുദ്ധം ചെയ്യുന്നത്? മനുഷ്യർ ചെറിയ ചെറിയ ഗോത്രങ്ങളായിട്ടും ചെറിയ കൂട്ടങ്ങളായിട്ടും ജീവിച്ചിരുന്ന കാലത്ത് ആ ഗോത്രത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി മറ്റു ഗോത്രങ്ങളെ ആക്രമിക്കുക എന്നത് മനുഷ്യരുടെ പരിണാമ ചരിത്രത്തിൽ ഒരു പ്രധാന കാലഘട്ടത്തിൽ സംഭവിച്ചു കൊണ്ടേയിരുന്നതാണ്. അപ്പോൾ യുദ്ധം ഒരു പ്രധാന തൊഴിലാക്കി മാറ്റുകയും കൊള്ള ഒരു പ്രധാന വരുമാന മാർഗമാക്കി മാറ്റുകയും ചെയ്തുകൊണ്ട് ജീവിച്ചിരുന്ന ഗോത്രകാലത്തെ മനുഷ്യർ, ആ മനുഷ്യരുടെ മനസ്സിൽ സങ്കല്പത്തിൽ ഭാവനയിൽ ദൈവങ്ങളെ സൃഷ്ടിച്ചപ്പോൾ ആ ദൈവങ്ങളും ഇവരെ പോലെ യുദ്ധക്കൊതിയന്മാരും ചോരക്കൊതിയന്മാരും കൊള്ളക്കാരുമായി മാറി എന്നാണ് നമ്മൾ സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുന്നവർ മനസ്സിലാക്കേണ്ടത്. ഇന്നത്തെ നീതിബോധവും ഉള്ള ഒരു ദൈവമായിരുന്നു മനുഷ്യരോട് സംസാരിച്ചിരുന്നതെങ്കിൽ മനുഷ്യരോട് ആദ്യഘട്ടം മുതലേ ഈ ദൈവം പറയേണ്ടിയിരുന്നത് വാളെടുക്കരുത്, കത്തിയെടുക്കരുത്, അമ്പും വില്ലും എടുക്കരുത്, ആയുധങ്ങൾ എടുക്കരുത്, മനുഷ്യരെ നിങ്ങൾ ആക്രമിക്കരുത്, മനുഷ്യരും തമ്മിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് സഹകരിച്ചുകൊണ്ട് സൗഹാർദ്ദത്തോടു കൂടി സ്നേഹത്തോടു കൂടി ചർച്ച ചെയ്ത് പരിഹരിക്കുകയാണ് വേണ്ടത്. ആക്രമിക്കരുത്, യുദ്ധം ചെയ്യരുത്, ചോര ചിന്തരുത്. ഏറ്റവും വലിയ തിന്മയാണ് യുദ്ധം, ഏറ്റവും വലിയ തിന്മയാണ് അക്രമം എന്നാണ് ദൈവങ്ങൾ മനുഷ്യരോട് പറയേണ്ടിയിരുന്നത്. ഒരു ദൈവവും ഇങ്ങനെ ഒരാശയം മനുഷ്യരോട് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, എല്ലാ ദൈവങ്ങളും മനുഷ്യരോട് വെട്ടൂ, ആക്രമിക്കൂ, യുദ്ധം ചെയ്യൂ, എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം പരിഹാസ്യരാകുന്ന ചിത്രങ്ങളാണ് മതകഥാപുസ്തകങ്ങളിലെല്ലാം നമ്മൾ കാണുന്നത്. ഇവിടെ ഇസ്ലാമിന് മാത്രമല്ല, എല്ലാ മതങ്ങളിലും ബൈബിളിലെ ദൈവവും ഇതേപോലെയുള്ള യുദ്ധത്തിൻ്റെ ദൈവമാണ്. ഹിന്ദുക്കളുടെ ദൈവങ്ങൾ മുഴുവൻ നിങ്ങൾ എടുത്തു നോക്കുക, കത്തിയും വാളും കയ്യിലില്ലാത്ത ഏതെങ്കിലും ഒരു ദൈവമുണ്ടോ? എല്ലാ ദൈവങ്ങളും ഗോത്രകാല മനുഷ്യൻ്റെ ഭാവനാ സൃഷ്ടികളാണ് എന്നതുകൊണ്ട് ആ മനുഷ്യൻ്റെ ഭാവനയിൽ, ആ മനുഷ്യൻ്റെ നീതിബോധവും ആ മനുഷ്യൻ്റെ അന്നത്തെ സംസ്കാരവും അനുസരിച്ച് ഈ ദൈവങ്ങളുടെ സ്വഭാവത്തിലും നമ്മൾ ഈ ഹിംസയുടെയും കൊള്ളയുടെയും അതുപോലുള്ള അനീതികളുടെയും അംശം കാണുന്നുണ്ടെങ്കിൽ, അത് വർദ്ധിത തോതിൽ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവങ്ങളെ മനുഷ്യൻ സൃഷ്ടിച്ചതാണ് എന്ന് തന്നെയാണ്. അതിനപ്പുറം അതിനൊന്നും വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ മനസാക്ഷി എന്നെ ബോധ്യപ്പെടുത്തുന്നത്. 17-ാമത്തെ വാക്യം കൂടെ വായിച്ച് നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. ചോദിക്കുക, അള്ളാഹു നിങ്ങൾക്ക് വല്ല തിന്മയും ഉദ്ദേശിക്കുകയോ ഏതെങ്കിലും കാരുണ്യം വിചാരിക്കുകയോ ചെയ്താൽ അവനിൽ നിന്ന് നിങ്ങളെ തടുക്കുന്നവൻ ആരാണ്? അള്ളാഹുവിന് പുറമെ ഒരു രക്ഷാധികാരിയെയോ സഹായകനെയോ അവർക്ക് കിട്ടുകയില്ല. അപ്പോൾ അള്ളാഹു എന്തെങ്കിലും തിന്മയും അക്രമം കൊണ്ട് നിങ്ങളെ നേരെ വന്നാൽ ആർക്കാണ് അള്ളാഹുവിനെ തടുക്കാൻ കഴിയുക എന്നൊക്കെ ചോദിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളുടെയും ഉത്തരവാദിത്തം അള്ളാഹു ഏറ്റെടുക്കുകയാണ്. എന്നിട്ട് ആ അള്ളാഹു തന്നെ സ്വന്തം സൃഷ്ടികളായ മനുഷ്യരെ രണ്ടായി വിഭജിച്ച് തമ്മിൽ കഴുത്ത് വെട്ടിക്കുകയാണ്,
കൂടുതലൊന്നും വിശദീകരിക്കേണ്ട കാര്യമില്ല. ദൈവങ്ങൾ മനുഷ്യരുടെ സൃഷ്ടിയാണ് എന്നതിന് ഈ ദൈവങ്ങളുടെ പേരിൽ മനുഷ്യരെഴുതി വെച്ച ഈ മണ്ടത്തരങ്ങൾക്കപ്പുറം തെളിവുകൾ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ് അവസാനിപ്പിക്കുന്നു. 18ാമത്തെ വാക്യം മുതൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം.